Hi everyone, welcome back to my channel. So today's vlog is all about our journey from Kottayam to Rameshwaram. So welcome you all guys. So as we started the drive, namukku road side lu kore greenery pinne monkeys on the road side, pinne full of tree like flowers, trees, greeneries. പിന്നെ ചെറിയ ചെറിയ സ്പോട്ട് ഉണ്ടായിരുന്നു, വ്യൂ പോയിൻറ്റ്സിന് അടിപൊളിയായിരുന്നു. സോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഓൺ ദ വേ വി സ്റ്റോപ്ഡ് അറ്റ് തേക്കടി. അവിടെ അമ്പാടി റിസോർട്ടിലാണ് നമ്മൾ ചായ കുടിക്കാനും സ്നാക്സൊക്കെ കഴിക്കാൻ കയറിയത്. അത് അന്നുവിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ റിസോർട്ടൊക്കെയാണ്. സോ നമ്മൾ അതുകൊണ്ടാണ് മെയിൻലി നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങിയത് തന്നെ. നമ്മൾ ഈ രാമേശ്വരം എത്താൻ കുറച്ച് നേരം കൂടെ, ഒരു 17 minutes മോർ കഴിഞ്ഞ് ഫ്രഷ് ആവണം. രാത്രി ഫുള്ളൊന്നും അവിടെ നടക്കണം എന്നുണ്ട്. നോക്കാം. തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ എത്താറാകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഒരു സാധനമാണ് കരിക്ക്. ഇതാണ് പാമ്പൻ പാലം, ഇന്ത്യസ് ഫസ്റ്റ് സീ ബ്രിഡ്ജ്. ഇത് ഓപ്പൺ ചെയ്ത ഇയർ 1914 ഇതിൻ്റെ ഒരു സൈഡ് ബേ ഓഫ് ബംഗാളും ദ അതർ സൈഡ് ഇന്ത്യൻ ഓഷനുമാണ്. ഒരു ബ്ലൂയിഷ് കളറും ഭയങ്കര ഒരു വാവ് ഫീലിംഗ് ആണ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ. മാത്രമല്ല പാമ്പൻ പാലമാണ് രാമേശ്വരം ദ്വീപിനെ മണ്ഡപം ഭാഗത്തോട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. Finally we reached Rameshwaram by sunset. The sound of the sea was so calming, and I don't know why, but my hands went cold and my heart felt so peaceful. It was emotional, like something deep inside was moving, and yeah. Many people come here to perform the rituals for their loved ones who have passed away. നമ്മളതിന് we call it ഒഴുക്കുക എന്നൊക്കെ പറയും, like where we immerse the ashes into the sea and all. So watching that moment made me so emotional and thoughtful. എന്താല്ലേ, നാളെ നമ്മളും ഇതുപോലൊക്കെയാണ്. And it was such a emotional feeling. Yeah. ശേഷം നമ്മൾ ഇവിടുന്ന് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ തൊഴാനല്ല പോകുന്നത്, പകരം അമ്പലത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് 22 കിണറുകളുണ്ട്. 22 കിണറിൽ നമ്മൾ കുളിക്കാനാണ് പോകുന്നത്. ഈ കിണറിലെ വെള്ളത്തിനെ നമ്മൾ തീർത്ഥമായിട്ടാണ് വിശ്വസിക്കുന്നത്. 22 കിണറിലെ വെള്ളം, അതായത് തീർത്ഥം, നമ്മൾ കുളിക്കുന്നതും നമ്മുടെ പാപങ്ങളൊക്കെ, അന്ന് വരെ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ചെയ്ത പാപങ്ങളൊക്കെ നീങ്ങും എന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മൾ 22 കിണറിനെ പറ്റി പറയുന്നതിന് മുന്നേ ഈ അമ്പലത്തിൻ്റെ അകത്തെ ആർക്കിടെക്ചർ ജസ്റ്റ് മൈൻഡ് ബ്ലോയിങ്, ഒന്നും പറയാനില്ല. ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ ആർക്കിടെക്ചറും, വലിയ വലിയ കോറിഡോഴ്സും അതുപോലെ കാവിങ്സും ഒക്കെ നല്ല ഭംഗിയായിരുന്നു കണ്ടിരിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് കിണറിനെ പറ്റി സംസാരിക്കാം അല്ലേ. രാമേശ്വരം ക്ഷേത്രത്തിനുള്ളിൽ 22 കിണറുകളാണ് ഉള്ളത്. ഇവയാണ് 22 തീർത്ഥം എന്ന് വിളിക്കുന്നത്. ഓരോ കിണറിൻ്റെയും വെള്ളം അല്പം വ്യത്യാസമാണ്. ചിലത് ചൂട്, ചിലത് തണുപ്പ്, ചിലത് അല്പം ഉപ്പാണ്, ചിലത് ടേസ്റ്റിനും വ്യത്യാസമുണ്ട്. പഴയ കഥ പ്രകാരം ശ്രീരാമൻ ശിവനോട് പ്രാർത്ഥിച്ച സമയത്ത് ഈ 22 കിണറുകളും പുണ്യമായി മാറിയതാണെന്ന് പറയുന്നുണ്ട്. അതിനാൽ തന്നെ ആളുകൾ ഇവയിലെ വെള്ളം തലയിൽ ഒഴിച്ചാൽ ദുഃഖം,
നെഗറ്റീവ് എനർജി, പാപം ഒക്കെ മാറുമെന്ന് വിശ്വസിക്കുന്നു. അതിനാൽ തന്നെയാണ് ഭൂരിഭാഗം ആളുകളും ദർശനത്തിന് മുൻപ് 22 തീർത്ഥം കുളിക്കുന്നത്. ഈ 22 തീർത്ഥങ്ങളുടെ പേരാണ് മഹാലക്ഷ്മി തീർത്ഥം, സാവിത്രി തീർത്ഥം, ഗായത്രി തീർത്ഥം, സരസ്വതി തീർത്ഥം, സേതുമാധവ തീർത്ഥം, ഗന്ധമധാന തീർത്ഥം, കവച തീർത്ഥം, ഗവയ തീർത്ഥം, നലതീർത്ഥം, നീലതീർത്ഥം, ശംഖുതീർത്ഥം, ചക്രതീർത്ഥം, ബ്രഹ്മതി വിമോചന തീർത്ഥം, സൂര്യതീർത്ഥം, ചന്ദ്രതീർത്ഥം, ഗംഗതീർത്ഥം, യമുന തീർത്ഥം, ഗയാതീർത്ഥം, ശിവതീർത്ഥം, സത്യമിത്ര തീർത്ഥം, സർവതീർത്ഥം, കോടി തീർത്ഥം. ഇതാണ് 22 നാമങ്ങൾ. 22 കിണറിൽ നമ്മൾ കുളിച്ച് തിരിച്ചു പോവാം. നമ്മൾ കറക്റ്റ് ടൈമിംഗ് ആയിട്ട് നല്ല ടൈമിംഗ് ആണ്. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് നല്ല ദർശനമൊക്കെ കിട്ടി, നന്നായിട്ട് തൊഴാൻ പറ്റി. ഉള്ളിൽ ഫോണൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ രാമേശ്വരത്തു നിന്ന് പോവുകയാണ്. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് രാമർ പാദം, അവിടെ നമ്മൾ പോകുന്നത്. ഇതാണ് രാമർ പാദം. രാമർ പാദം എന്നത് ശ്രീരാമൻ്റെ എന്ന് വിശ്വസിക്കപ്പെടുന്ന പാദമുദ്രയാണ് കേട്ടോ. ഇത് ഗന്ധമദാന പർവ്വതത്തിൻ്റെ മുകളിലാണ് സ്ഥാപിക്കുന്നത്. രാമേശ്വരത്തിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ്. എന്തുകൊണ്ടാണ് രാമർ പാദം ഇത്ര സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് ശ്രീരാമൻ ലങ്ക കാണാൻ നിന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ക്ഷേത്രത്തിനുള്ളിലാണ് ഒരു പാറയിൽ പാദമുദ്ര നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിനെ രാമർ പാദം എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് രാമേശ്വരം ഫുൾ വ്യൂ കാണാൻ പറ്റും കേട്ടോ. അമ്പലം വളരെ ചെറുതാണ്, അതുപോലെ അമ്പലം വളരെ പഴക്കമുള്ളതാണ്. പക്ഷേ അതൊന്നും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിന് ഒരു കാര്യമല്ല. ഭയങ്കര ഡിവൈനായിട്ടും അതുപോലെ ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഈ തമിഴ്നാട്ടിൽ പോയവർക്കൊക്കെ അറിയായിരിക്കും, അവിടെ മുളക് മാങ്ങയിൽ ഇങ്ങനെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് തരും. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ചേട്ടനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ചേട്ടൻ്റെ പേരാണ് രാമലിംഗം. നമ്മളെ രാമേശ്വരം മൊത്തം ചുറ്റി കാണിച്ച ചേട്ടനാണ്. ഈ ചേട്ടനെ നമുക്ക് നേരത്തെ അറിയാം, അപ്പായിക്ക് നേരത്തെ അറിയുന്ന ആളാണ്. ചേട്ടൻ നമ്മളെ വീട്ടിലേക്ക് വിളിച്ച് നമുക്ക് പാനിപ്പൂരിയൊക്കെ തന്നു വിട്ടാ കേട്ടോ. വെരി സ്വീറ്റ് ഫാമിലി, ഭയങ്കര നല്ലൊരു മനുഷ്യരാട്ടോ അവർ, വൈഫും ഹസ്ബൻഡും നല്ലൊരു മനുഷ്യരായിരുന്നു. താങ്ക് യു സോ മച്ച്. അതെ, നെക്സ്റ്റ് ധനുഷ്കോടി. പോകുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഒരു കൊതി, ഞാൻ ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചമ്മ. അമ്മയ്ക്ക് ധനുഷ്കോടി റോഡൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു കൊതി. അങ്ങനെ അമ്മ ധനുഷ്കോടി റോഡിലൂടെ കാർ ഓടിക്കുന്ന സീനാണിത്. ധനുഷ്കോടിയെ പറ്റി പറയുവാണെങ്കിൽ 1964 ഡിസംബർ 22 രാത്രി ഒരു വലിയ സൈക്ലോൺ വന്നു. 1964 ഡിസംബർ 22 രാത്രി ഒരു ഹ്യൂജ് സൈക്ലോൺ വന്നു. ഫുൾ ധനുഷ്കോടി ടൗൺ വാഷായിപ്പോയി.
ഹൗസ്, ഷോപ്സ്, റെയിൽവേ സ്റ്റേഷൻ, ഒരു ഫുൾ ട്രെയിൻ തന്നെ പോയി. അറൗണ്ട് 1800+ ആൾക്കാർ മരിച്ചു. അങ്ങനെ ഗവൺമെൻറ് പിന്നെ പറഞ്ഞു ഇവിടെ പെർമനൻ്റായി ജീവിക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമാണ് കേട്ടോ. നമ്മളൊക്കെ ഈ സ്റ്റോറി കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഇപ്പോഴും ആ സ്ഥലത്തോടെ പോകുമ്പം ആ സ്റ്റോറി ശരിക്കും അവിടെ ഒരു ചരിത്ര സ്ഥലമാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന പോലെ അവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതാണ് അരിച്ചാൽ മുന്നേ. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല, ഐം സോറി. അരിച്ചാൽ മുന്നേ എന്നത് ധനുഷ്കോടിയുടെ ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. അതായത് ഇന്ത്യയുടെ ലാൻഡ് എൻഡ്. ധനുഷ്കോടിയിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഗൾഫ് ഓഫ് മന്നാർ ആണ്, റൈറ്റ് സൈഡ് ബേ ഓഫ് ബംഗാൾ ആണ്. നമ്മൾ നെക്സ്റ്റ് പോകുന്നതാണ് ശ്രീ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലേക്ക്, അതായത് അബ്ദുൽ കലാം ഹൗസ്. ആൻഡ് ഈ റോഡൊക്കെ കണ്ടപ്പോൾ ഐ തോട്ട് അയ്യോ ഇത് ശരിക്കും ഉള്ളത് തന്നെയാണോ, ഇവിടെയാണോ ജീവിച്ചിരുന്നതെന്ന്. പക്ഷേ അവരുടെ ചൈൽഡ്ഹുഡ് ഇവിടെയായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു ചെറിയ വീടാണ് കേട്ടോ. ഇപ്പോഴും അവിടെ ബുക്സ്, ഫോട്ടോസ്, അവാർഡ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കലാം സാർ ഒരു മിസൈൽ മാൻ ആണ്, പക്ഷേ അതിനു മുൻപ് അവർ രാമേശ്വരത്തിൽ തന്നെ ഒരു സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്തിരുന്ന ഒരു മനുഷ്യനും കൂടെയാണ് കേട്ടോ. അവരുടെ വീട്ടിൽ കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരെന്തൊക്കെ കഷ്ടപ്പെട്ട് വളർന്നു വന്നവരാണെന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ധനുഷ്കോടി ട്രിപ്പ് കഴിഞ്ഞ് നേരെ നമ്മൾ 4 മണി കഴിഞ്ഞപ്പോൾ മധുരയിലേക്ക് പോയി. അപ്രോക്സിമേറ്റ്ലി ഒരു 3 മണിക്കൂർ, ഒരു 3 hours ആയിരുന്നു ട്രാവൽ. ഓൺ ദ വേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് രാത്രി ഒരു 7-7:30 ഒക്കെ ആയപ്പോൾ മധുര എത്തി നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ ചുമ്മാ വെളിയിലോട്ടൊക്കെ ഇറങ്ങി ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ നടക്കുമായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഭയങ്കര അഫോർഡബിൾ പ്രൈസിലൊരു ചെരുപ്പ് കിട്ടി കേട്ടോ. അതെനിക്ക് എടുത്തു പറയാൻ കാരണം അവരത് ഉണ്ടാക്കുമായിരുന്നു. നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ടതൊന്നും വന്നില്ല. എനിക്ക് 150 rupees ഒരു പെയർ ഓഫ് ചെപ്പൽ കിട്ടിയത്. ഇതാണിത്, ബ്ലാക്കും അതുപോലെ ഞാൻ റെഡും വാങ്ങി. അവർ ഉണ്ടാക്കി തന്ന ചെരുപ്പാണ്, നല്ലതാണ്, കാണുമ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ ഞാനങ്ങ് മേടിച്ചു. അങ്ങനെ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി അടയാറിൽ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കുഴപ്പമുണ്ടായിരുന്നില്ല ഫുഡ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റ്. മീനാക്ഷി അമ്മ പാർവതി ദേവിയുടെ മധുര രൂപമാണ്. മധുര മീനാക്ഷി അമ്മയ്ക്ക് മീൻ പോലുള്ള കണ്ണുണ്ടെന്നാണ് സ്റ്റോറിയിലൊക്കെ പറയുന്നത്. സുന്ദരേശ്വർ അതായത് മഹാദേവൻ ആണ് അമ്മയുടെ ഭർത്താവ്. മീനാക്ഷി സുന്ദരേശ്വർ കല്യാണം മധുരയുടെ പ്രധാന പുരാണമാണ്. ഈ ക്ഷേത്രത്തിന് 2000 വർഷം കൂടി പഴക്കമുണ്ട്. ഗോപുരമൊക്കെ ഭയങ്കര കളർഫുള്ളും ആർക്കിടെക്ചറൊക്കെ ഭയങ്കര സൂപ്പർ ഡീറ്റെയിൽഡാണ്. പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ടെമ്പിൾസിൽ ഒന്നാണ് മധുര മീനാക്ഷി ടെമ്പിൾ. നന്നായിട്ട് നമുക്ക് തൊഴാൻ പറ്റി, പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ചതേ കോട്ടയത്തേക്ക് പോവുകയാണ്. കോട്ടയത്ത് പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഈ മാങ്ങ കണ്ടു, ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നല്ല ഉറങ്ങിക്കിടക്കുമായിരുന്നു, പക്ഷേ ഇതിങ്ങനെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഓടി ഇറങ്ങി അത് വാങ്ങിച്ച് കഴിച്ച് എൻജോയ് ചെയ്ത് നമ്മൾ സേഫായിട്ട് എല്ലാ കാര്യങ്ങളും നടന്ന് പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് നമ്മൾ തിരിച്ചതേ നാട്ടിലേക്ക് പോവാണ്. ഓവറോൾ നമ്മുടെ ട്രിപ്പ് വളരെ അമേസിങ് ആയിരുന്നു. ഡിവൈൻ, പീസ്ഫുൾ ആൻഡ് ഗോഡ്സ് ഗ്രേസ് നമ്മൾ സേഫായി തന്നെ തിരിച്ചെത്തി. ഇതൊക്കെയാണ് നമ്മുടെ രാമേശ്വരം മധുരൈ ട്രിപ്പ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. സോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.